എ ഒരു സ്കൂൾ പ്രോജക്റ്റ് 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. എയേക്കാൾ 25% കൂടുതൽ കാര്യക്ഷമതയുണ്ടെങ്കിൽ ബി ഇതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസമെടുക്കും? ഇവിടെ എ ഒരു സ്കൂൾ പ്രോജക്റ്റ്, എ എന്ന കുട്ടി ഒരു സ്കൂൾ പ്രോജക്റ്റ് 20 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. അതായത് എയ്ക്ക് ഒരു ജോലി പൂർത്തിയാക്കാൻ 20 ദിവസങ്ങൾ വേണ്ടി വന്നു. ഇനി എയേക്കാൾ 25% കൂടുതൽ കാര്യക്ഷമതയുണ്ട് ബിക്ക്. അങ്ങനെയെങ്കിൽ ബിക്ക് ഈ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എയേക്കാൾ 25% കൂടുതൽ കാര്യക്ഷമത ബിക്കുണ്ട്. അതായത് എ ഒരു ദിവസം ചെയ്യുന്നതിനേക്കാൾ 25% കൂടുതൽ ജോലി ബി ഒരു ദിവസം ചെയ്യും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എ ചെയ്യുന്നതിൻ്റെ 125% ജോലി ബി ഒരു ദിവസം ചെയ്യും. എ ചെയ്യുന്നതിൻ്റെ 125%. ഈ 125%ത്തിന് നമുക്ക് ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം. അപ്പോൾ 100-ൽ 125 എന്ന് വരും. 100-ൽ 125 നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 25 ഉപയോഗിച്ച് അംശത്തിനെയും ഛേദത്തിനെയും ഹരിക്കുക. അപ്പോൾ 4-5 എന്ന് വരും. അപ്പോൾ എ ചെയ്യുന്നതിൻ്റെ 4-5 മടങ്ങാണ് ബി ഒരു ദിവസം ചെയ്യുന്നത്. എ ചെയ്യുന്നതിൻ്റെ 4-5 മടങ്ങ്. അപ്പോൾ ബിക്ക് ഈ ജോലി ചെയ്തു തീർക്കാൻ എത്ര ദിവസം വേണം എന്ന് കണ്ടുപിടിക്കുന്നതിനായിട്ട് എയ്ക്ക് ഈ ജോലി ചെയ്തു തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണത്തിനെ 4-5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെ എയ്ക്ക് ജോലി ചെയ്തു തീർക്കാൻ വേണ്ട ദിവസങ്ങളുടെ എണ്ണം 20 ആണ്. അപ്പോൾ 20നെ 4-5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി 4-5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനായിട്ട് 4-5ൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് 20നെ ഗുണിച്ചാൽ മതി. അപ്പോൾ 20 ഗുണം ഇതിൻ്റെ റെസിപ്രോക്കൽ എഴുതുമ്പോൾ 5-ൽ 4. 5 കൊണ്ട് നമുക്ക് 20നെ ഹരിക്കാം. അപ്പോൾ ഇവിടെ 4 വരും. 4 16. അപ്പോൾ 16 ദിവസങ്ങൾ വേണ്ടി വരും ബിക്ക് ഈ ജോലി ചെയ്തു തീർക്കാൻ. ശരി ഉത്തരം ഓപ്ഷൻ സി. ഇതിൻ്റെ ഉത്തരം മറ്റൊരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് നമുക്കൊരു ഉദാഹരണം എടുക്കാം. ഇവിടെ എന്തെങ്കിലും സാധനങ്ങളുടെ നിർമ്മാണമാണ് ഇവരുടെ ജോലി പ്രോജക്റ്റ് എന്ന് കരുതുക. അപ്പോൾ എ ഒരു ദിവസം എ ഈ സാധനത്തിൻ്റെ 100 എണ്ണം ഉണ്ടാക്കും. 100 എണ്ണം ഉണ്ടാക്കുമെന്ന് കരുതുക. ഈ സാധനം 100 എണ്ണം ഉണ്ടാക്കുമെന്ന് കരുതുക. ഈ 100 എടുക്കാൻ കാര്യം ഇവിടെ എയേക്കാൾ 25% കൂടുതൽ കാര്യക്ഷമത ബിക്കുണ്ട്. അപ്പോൾ 25% കാണാൻ സൗകര്യമുള്ള എളുപ്പമുള്ള ഒരു സംഖ്യയായിട്ടാണ് 100 എടുത്തത്. അപ്പോൾ എ ഒരു ദിവസം 100 എണ്ണം ഉണ്ടാക്കും. അപ്പോൾ 20 ദിവസം കൊണ്ട് എ മൊത്തം എത്ര ഉണ്ടാക്കും? 20 ഗുണം 100 2000 എണ്ണം ഉണ്ടാക്കും. എ ഒരു ദിവസം ആ സാധനത്തിന് 100 എണ്ണം ഉണ്ടാക്കും. 20 ദിവസം കൊണ്ട് ആകെ 2000 എണ്ണം ഉണ്ടാക്കും. ഇനി ബിക്ക് എയേക്കാൾ 25% കൂടുതൽ കാര്യക്ഷമതയുണ്ട്. അതായത് എ ഉണ്ടാക്കുന്നതിനേക്കാൾ 25% കൂടുതൽ ബി ഒരു ദിവസം ഉണ്ടാക്കും. എ ഒരു ദിവസം 100 ഉണ്ടാക്കുന്നത്. അപ്പോൾ ബിയോ 100-നേക്കാൾ 25% കൂടുതൽ. 100ൻ്റെ 25% എന്ന് പറഞ്ഞാൽ 25. അതായത് 100 + 25 = 125 എണ്ണം ബി ഒരു ദിവസം ഉണ്ടാക്കും. ബി ഒരു ദിവസം ഉണ്ടാക്കുന്നത് 125 എണ്ണം. ഇനി എ 20 ദിവസം കൊണ്ട് ആകെ ഉണ്ടാക്കിയത് 2000 എണ്ണമാണ്. അപ്പോൾ 2000 എണ്ണം ഉണ്ടാക്കാൻ എത്ര ദിവസം വേണം ബിക്ക് എന്ന് കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കുന്നതിനായിട്ട് 2000നെ 125 കൊണ്ട് ഒരു ദിവസം ഉണ്ടാക്കുന്ന എണ്ണം 125 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2000നെ 125 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 16 എന്ന് കിട്ടും. അപ്പോൾ ബിക്ക് ഈ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ 16 ദിവസങ്ങൾ വേണ്ടി വരും. ശരി ഉത്തരം ഓപ്ഷൻ സി. ഒരു വർഷത്തേക്ക് 8% നിരക്കിൽ അർദ്ധവാർഷികവുമായി കൂട്ടിച്ചേർക്കുമ്പോൾ 48,000 രൂപയുടെ ഒരു വർഷത്തെ കൂട്ടുപലിശ കണക്കാക്കുക. അപ്പോൾ ഇവിടെ 48,000 രൂപയുടെ ഒരു വർഷത്തെ കൂട്ടുപലിശ കണക്കാക്കണം. 48,000 രൂപയുടെ പലിശ നിരക്ക് 8%. മാത്രമല്ല അർദ്ധവാർഷികവുമായി പലിശ മുതലിനോട് കൂട്ടിച്ചേർക്കും. അതായത് 6 മാസം കഴിയുമ്പോൾ ഈ 6 മാസത്തെ പലിശ മുതലിനോട് കൂട്ടിച്ചേർക്കും. ആ രീതിയിലാണ് പലിശ കണക്കാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 6 മാസത്തെ പലിശ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. ആദ്യത്തെ 6 മാസത്തെ പലിശ എന്ന് പറഞ്ഞാൽ ഒരു വർഷം കിട്ടുന്ന 8%. അതിൻ്റെ പകുതി അത് കണ്ടുപിടിക്കാൻ എളുപ്പം ഈ 4% പലിശ നിരക്ക് വെച്ച് നമ്മളങ്ങ് കണ്ടുപിടിച്ചാൽ മതി. 48,000 രൂപയുടെ 4% കണ്ടാൽ മതി. അതായിരിക്കും 6 മാസത്തെ പലിശ. അപ്പോൾ 48,000 രൂപയുടെ 4%. 48,000ൻ്റെ 4% നമ്മൾ എന്ത് കാണും? 48,000 ഗുണം 100-ൽ 4. നമുക്ക് പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 480 ഗുണം 4 വരും. 1920 രൂപ. അപ്പോൾ ആദ്യത്തെ 6 മാസം കഴിയുമ്പോൾ കിട്ടുന്ന പലിശ 1920 ആണ്. ഇനി രണ്ടാമത്തെ 6 മാസമാകുമ്പോൾ അതായത് സെക്കൻഡ് ഹാഫിൽ കിട്ടുന്ന പലിശ എത്രയാണ്? 48,000 രൂപയുടെ 4%. അതായത് 6 മാസത്തെ പലിശ 1920 കിട്ടും. കൂടാതെ ആദ്യത്തെ 6 മാസം കഴിഞ്ഞപ്പോൾ
പലിശയായിട്ട് കൂട്ടിച്ചേർത്ത 1920 ഉണ്ടല്ലോ, ഇതിൻ്റെയും 6 മാസത്തെ പലിശ കിട്ടും. ഇതിൻ്റെ 6 മാസത്തെ പലിശ, ഒരു വർഷം 8%. അപ്പോൾ 6 മാസമാകുമ്പോൾ 8%-ൻ്റെ പകുതി 4%. അപ്പോൾ 1920-ൻ്റെ 4% കൂടി സെക്കൻഡ് ഹാഫിൽ കിട്ടും. അപ്പോൾ 1920-ൻ്റെ 4% കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. 1920 ഗുണം 100-ൽ 4, പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 192 ഗുണം 4 വരും, അത് 768/10, അതായത് 76.8 വരും. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ 76.8 രൂപ അധികമായി കിട്ടും. അപ്പോൾ മൊത്തം ഒരു വർഷം കിട്ടുന്ന പലിശ എത്രയാണ്? ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 8.6, 7 × 9 × 11, 1 10 9 19, 3916.8 രൂപയാണ് ഒരു വർഷത്തെ കൂട്ടുപലിശ. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 8 രൂപയിൽ നിന്ന് 80 പൈസയിലേക്കുള്ള നിരക്ക് എത്രയാണ്? 8 രൂപയിൽ നിന്ന് 80 പൈസയിലേക്കുള്ള നിരക്ക്, അതായത് 8 രൂപയും 80 പൈസയും തമ്മിലുള്ള അംശബന്ധമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അവർക്ക് 8 രൂപ = 80 പൈസ, ഈ അംശബന്ധമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ അംശബന്ധം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ രൂപയും ഇവിടെ പൈസയുമാണ് യൂണിറ്റ്. അപ്പോൾ ഈ രൂപയെ കൂടെ നമുക്ക് പൈസയാക്കി മാറ്റണം. അവർക്ക് 1 രൂപ എന്ന് പറഞ്ഞാൽ 100 പൈസയാണ്. അപ്പോൾ 8 രൂപ ആകുമ്പോൾ 800 പൈസ. അപ്പോൾ 800 പൈസയും 80 പൈസയും തമ്മിലുള്ള അംശബന്ധമാണ് വേണ്ടത്. അതായത് 800:80, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. 800-നെയും 80-നെയും 80-ൻ്റെ 10 ഇരട്ടിയാണ് 800. അതുകൊണ്ട് 80 ഉപയോഗിച്ച് രണ്ട് സൈഡിലും ഹരിക്കാം. അപ്പോൾ 800-നെ 80 കൊണ്ട് ഹരിച്ചാൽ 10, 10:1, ഇതാണ് അംശബന്ധം. ശരി ഉത്തരം ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, എത്ര രണ്ടക്ക സംഖ്യകളെ 3 കൊണ്ട് ഹരിക്കാം? അപ്പോൾ 3 കൊണ്ട് ഹരിക്കാവുന്ന രണ്ടക്ക സംഖ്യകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. 3 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 3ൻ്റെ ഗുണിതമായ രണ്ടക്ക സംഖ്യകൾ. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ആദ്യം ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. അതായത് നമുക്ക് ആദ്യം 100-ൽ താഴെയുള്ള രണ്ടക്ക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 100-ൽ താഴെയുള്ള സംഖ്യകളാണ്. അപ്പോൾ 100-ൽ താഴെയുള്ള 3ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ 100-ൽ താഴെ 3 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളുടെ എണ്ണം. അതിനായിട്ട് 100-നെ 3 കൊണ്ട് ഹരിക്കുക. 100-നെ 3 കൊണ്ട് 10-ൽ 3 തവണയാണ് 3 ഉള്ളത്. അപ്പോൾ 3 എഴുതുന്നു, 3 9, കുറയ്ക്കുന്നു, ശിഷ്ടം 1 കിട്ടും. 0 ഒന്നുകൂടെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും 10 അപ്പോൾ 10-ൽ വീണ്ടും 3 തവണ, 3 9, ശിഷ്ടം 1 വരും. നമുക്ക് ഈ ഹരണഫലം മാത്രം മതി, 33. അതായത് 100-ൽ താഴെയുള്ള 3ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം 33 ആണ്. 100-ൽ താഴെയുള്ള 3ൻ്റെ ഗുണിതങ്ങളുടെ എണ്ണം 33. 100-ൽ താഴെയുള്ള സംഖ്യകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒറ്റയക്ക സംഖ്യകളും വരും. അപ്പോൾ ഈ 33 ഗുണിതങ്ങളിൽ 3ൻ്റെ ഗുണിതമായ ഒറ്റയക്ക സംഖ്യകളുമുണ്ട്. 3ൻ്റെ ഗുണിതമായ ഒറ്റയക്ക സംഖ്യകൾ ഏതൊക്കെയാണ്? 3, 6, 9. ഈ 3 എണ്ണമാണ് ഒറ്റയക്കങ്ങളായ 3ൻ്റെ ഗുണിതങ്ങൾ. അപ്പോൾ ഈ 33 എണ്ണത്തിൽ നിന്നും ഈ 3 എണ്ണത്തിനെ അങ്ങ് ഒഴിവാക്കിയാൽ 3ൻ്റെ ഗുണിതങ്ങളായ രണ്ടക്ക സംഖ്യകൾ കിട്ടും. അപ്പോൾ 33-ൽ നിന്ന് 3 കുറച്ചാൽ 30. അപ്പോൾ 3ൻ്റെ ഗുണിതമായ രണ്ടക്ക സംഖ്യകൾ 30 ആണ്, അല്ലെങ്കിൽ 3 കൊണ്ട് ഹരിക്കാവുന്ന രണ്ടക്ക സംഖ്യകളുടെ എണ്ണം 30. ശരി ഉത്തരം ഓപ്ഷൻ സി. സമീറ 3.5 കിലോ ആപ്പിളും 4.25 കിലോ ഓറഞ്ചും വാങ്ങി. അവൾ വാങ്ങിയ പഴങ്ങളുടെ ആകെ ഭാരം എത്ര? ഇവിടെ സമീറ 3.5 കിലോ ആപ്പിൾ വാങ്ങി, കൂടാതെ 4.43 കിലോ 4.25 കിലോ ഓറഞ്ചും വാങ്ങി. അപ്പോൾ അവൾ വാങ്ങിയ പഴങ്ങളുടെ ആകെ ഭാരം കാണുന്നതിനായിട്ട് നമുക്ക് ഈ 3.5-യും 4.25-ഉം കൂടെ കൂട്ടിയാൽ മതി. 3.5 + 4 4.3. ഓർക്കുക, ഇത് രണ്ടും മിക്സഡ് ഫ്രാക്ഷൻസ് ആണ്. 3.5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 3 + ½ എന്നാണ്. 3 + 2/1 പ്ലസ് 4 4/3 എന്ന് പറഞ്ഞാൽ 4 + 4/3 ആണ്. അപ്പോൾ നമുക്ക് ഇതിലെ പൂർണ്ണസംഖ്യാ ഭാഗങ്ങൾ ആദ്യം കൂട്ടാം. അതായത് 3 4 കൂടെ കൂട്ടിയ 7. അപ്പോൾ 7 + 2/1 + 4/3. ഈ 2/1 4/3 കൂടെ അരയും മുക്കാലും കൂടെ മനക്കണക്കായിട്ട് ചെയ്യാമെങ്കിൽ ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കുക, 7 + 2/1 + മുക്കാൽ എന്നുള്ളത് അരയും കാലും കൂടെ ചേർന്നാണ്. 2/1 + 2/1 + 4/1 എന്ന് വരും.
ഈ മുക്കാലിനെ നമുക്ക് 2 പ്ലസ് 4 എഴുതാം. അര അധികം കാല്, അതായത് 7 ഈ ഹാഫും കൂടെ കൂട്ടിയാൽ 1 പ്ലസ് 4 സമം 8 പ്ലസ് 4 8 പ്ലസ് 4 നമ്മൾ എഴുതുന്നത് 8ഉം 4ഉം 1. അപ്പോൾ 8.25 കിലോ ആണ് ആകെ ഭാരം. ശരി ഉത്തരം ഓപ്ഷൻ സി. ഒരു റോംബസിൻ്റെ വിസ്തീർണം 240 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. ഡയഗണലുകളിൽ ഒന്ന് 16 സെൻറ്റിമീറ്റർ ആണ്. മറ്റൊരു ഡയഗണൽ കണ്ടെത്തുക. ഇവിടെ ഒരു റോംബസിൻ്റെ വിസ്തീർണം അഥവാ ഏരിയ നൽകിയിട്ടുണ്ട് 240 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതിൻ്റെ ഡയഗണൽ അഥവാ വികർണം, ഒരു ഡയഗണലിൻ്റെ നീളം 16 സെൻറ്റിമീറ്റർ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ഡയഗണലിൻ്റെ നീളം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ റോംബസിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യം നമുക്ക് എഴുതാം. ഏരിയ എ എന്ന് സൂചിപ്പിക്കാം. എ സമം d1 ഗുണം d2/2 ആണ്. ഇതാണ് റോംബസിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്നതിനുള്ള സൂത്രവാക്യം. d1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഡയഗണലിൻ്റെ നീളവും d2 രണ്ടാമത്തെ ഡയഗണലിൻ്റെ നീളവും. അപ്പോൾ ഇവിടെ ഒരു ഡയഗണലിൻ്റെ നീളം നമുക്ക് നൽകിയിട്ടുണ്ട്, വിസ്തീർണവും നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ഡയഗണൽ കണ്ടുപിടിക്കാൻ ഈ സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് d1 ഗുണം d2/2 സമം 240 എന്ന് എടുക്കാം. d1 ഗുണം d2/2 സമം 240. d1ന് പകരം ഈ ആദ്യത്തെ ഡയഗണൽ 16 എന്ന് കൊടുക്കാം. ഒന്നാമത്തെ ഒരു ഡയഗണലിൻ്റെ നീളം 16 സെൻറ്റിമീറ്റർ നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ d1ന് പകരം നമുക്ക് 16 എന്ന് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ആവും? 16 ഗുണം d2/2 സമം 240 എന്ന് വരും. ഈ 16നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 8. അപ്പോൾ 8 ഗുണം d2 സമം 240. അപ്പോൾ d2ൻ്റെ നീളം കിട്ടാൻ എന്ത് ചെയ്യണം? 240നെ ഇവിടെ 8 കൊണ്ട് ഗുണിച്ചേക്കാണ്. വലത് സൈഡ് ചെല്ലുമ്പോൾ 8 കൊണ്ട് ഹരിക്കണം. 24നെ 8 കൊണ്ട് ഹരിച്ചാൽ 3 ആണ്. അപ്പോൾ 240നെ 8 കൊണ്ട് ഹരിച്ചാൽ 30. അപ്പോൾ രണ്ടാമത്തെ ഡയഗണലിൻ്റെ നീളം 30 സെൻറ്റിമീറ്റർ ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. താഴെ കൊടുത്തിരിക്കുന്ന സമാന്തര സംഖ്യാ ശ്രേണിയുടെ അടുത്ത പദം എഴുതുക. √2, √8, √18, √32 ഡാഷ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സംഖ്യാ ശ്രേണി അഥവാ പ്രോഗ്രഷൻ ഇതാണ്. √2, √8, √18, √32. ഇതൊരു സമാന്തര സംഖ്യാ ശ്രേണി അഥവാ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ ഇതിൽ ആദ്യത്തെ പദത്തോടെ ഒരു നിശ്ചിത സംഖ്യ കൂട്ടി രണ്ടാമത്തെ പദത്തിലെത്തും. അവിടുന്ന് അതേ സംഖ്യ തന്നെ കൂട്ടി മൂന്നാമത്തെ പദം, അങ്ങനെയാണ് പോകുന്നത്. അതായത് പൊതുവ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രൂപത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഇതിന് പൊതുവ്യത്യാസം ഉണ്ടെന്നോ ഇത് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ആണെന്നോ നമുക്ക് തോന്നില്ല. ഇതിനെ നമുക്കൊന്ന് രൂപമാറ്റം വരുത്തി എഴുതാം. √2 നമുക്ക് √8 എന്നുള്ളത് 8 എന്നുള്ളത് 4 ഗുണം 2 ആണല്ലോ. √4 ഗുണം 2 ആണ്. അതുപോലെ √18 എന്നുള്ളത് 9 ഗുണം 2 ആണ്. 32നെ നമുക്ക് 16 ഗുണം 2 എന്ന് എഴുതാം. അപ്പോൾ ഇത് √16 ഗുണം 2. നോക്കുക, ഇതിനൊന്നുകൂടെ മാറ്റം വരുത്തിയാൽ 4ൻ്റെ സ്ക്വയർ റൂട്ട് 2 ആണ്. അപ്പോൾ ഇത് ഈ 4ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് റൂട്ടിന് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ 2√2 എന്ന് വരും. അടുത്തതോ 9ൻ്റെ സ്ക്വയർ റൂട്ട് 3. അപ്പോൾ ഇത് 3√2 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ 4√2. നോക്കുക, √2, 2√2, 3√2, 4√2 അങ്ങനെയാണ് ഈ സീക്വൻസ് പോകുന്നത്. അപ്പോൾ ഇവിടെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് √2 ആണ്. ആദ്യത്തെ പദത്തോട് √2 കൂട്ടി 2√2 അവിടുന്ന് ഒരു തവണയും കൂടെ √2 കൂട്ടുമ്പോൾ 3√2 അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഈ പാറ്റേണിൽ നിന്ന് തന്നെ നമുക്കിത് മനസ്സിലാക്കാം. അടുത്ത പദം എന്തായിരിക്കും? √2, 2√2, 3√2, 4√2. അപ്പോൾ അടുത്ത പദം വരേണ്ടത് 5√2 ആണ്. 5√2. പക്ഷേ ഈ രൂപത്തിൽ നമുക്ക് ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതിനെ നമുക്ക് രൂപമാറ്റം വരുത്തണം. അതിനായിട്ട് ഈ 5നെ നമുക്ക് റൂട്ടിനകത്തോട്ട് കയറ്റണം. അപ്പോൾ 5ൻ്റെ സ്ക്വയർ വേണം എഴുതാൻ. 5ൻ്റെ സ്ക്വയർ എഴുതുമ്പോൾ എന്ത് വരും? 5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25. അപ്പോൾ 25 ഗുണം 2 എന്ന് വരും റൂട്ടിനകത്ത്. 25 2 50 ആണല്ലോ. അതായത് ഇവിടെ വരേണ്ട സംഖ്യ √50 ആണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി √50. താഴെ തന്നിരിക്കുന്ന ശ്രേണിയിൽ വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. 3, 6, 11, 18, 27 ഡാഷ് 51. അപ്പോൾ ഇവിടെ ഒരു സംഖ്യാശ്രേണി നൽകിയിട്ടുണ്ട്. ഇതിലൊരു സംഖ്യ ഒഴിവാക്കിയിട്ടുണ്ട്. ആ സംഖ്യ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ശ്രേണിയിലെ നിലവിലുള്ള പദങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തെന്ന് നമുക്ക് നോക്കാം. 3നോട് 3 കൂട്ടിയാൽ 6 കിട്ടും. 6നോട് 5 കൂട്ടിയാൽ 11 ആയി. 11നോട് 7 കൂട്ടിയാൽ 18 കിട്ടും. 18നോട് 9 കൂട്ടിയാൽ 27. ഇവിടെ കൂട്ടിയിരിക്കുന്ന സംഖ്യകൾ നോക്കുക. 3, 5, 7, 9.
അങ്ങനെയെങ്കിൽ അടുത്ത് വരേണ്ട സംഖ്യ ഏതാണ്? അടുത്ത് കൂട്ടേണ്ടത് 9 കഴിഞ്ഞ് 11 അപ്പോൾ ഒരു പാറ്റേൺ ആയല്ലോ. 3, 5, 7, 9, 11 ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ 27നോട് 11 കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടേണ്ടത് 38 38. അപ്പോൾ വിട്ടുപോയ സംഖ്യ 38 ശരി ഉത്തരം ഓപ്ഷൻ ഡി. നോക്കുക, ഇവിടെ 38നോട് 11 കഴിഞ്ഞാൽ അടുത്ത് 13 കൂട്ടിക്കഴിഞ്ഞാൽ 51 കിട്ടുകയും ചെയ്യും. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി 38. താഴെ പറയുന്ന ഭിന്നസംഖ്യകളിൽ ഏറ്റവും ചെറുത് ഏത്? അപ്പോൾ ഇവിടെ 4 ഭിന്നസംഖ്യകൾ നൽകിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിലെ ഏറ്റവും ചെറുത് കണ്ടുപിടിക്കണം. നൽകിയിരിക്കുന്ന സംഖ്യകൾ ഇവയാണ്: 9-ൽ 11, 7-ൽ 11, 10-ൽ 11, 6-ൽ 11. ഈ 4 സംഖ്യകൾക്കും പൊതുവായൊരു പ്രത്യേകതയുണ്ട്. ഇവയുടെ എല്ലാം അംശം 11. ഇങ്ങനെ അംശം തുല്യമായ സംഖ്യകളിൽ നമുക്ക് ഏറ്റവും ചെറുത് കണ്ടുപിടിക്കുന്നതിന് നമുക്കൊരു എളുപ്പമാർഗമുണ്ട്. അതായത് അംശം തുല്യമായ സംഖ്യകളിൽ ഛേദം ഏറ്റവും വലുതായിട്ടുള്ള ഭിന്നസംഖ്യ ഏതാണോ അതായിരിക്കും ഏറ്റവും ചെറുത്. ഓർക്കുക, അംശം തുല്യമാണെങ്കിൽ ഛേദം ഏറ്റവും വലുതായിട്ടുള്ള ഭിന്നസംഖ്യയായിരിക്കും ഏറ്റവും ചെറുത്. അപ്പോൾ ഇവിടെ ഛേദം ഏറ്റവും വലുതായിട്ടുള്ളത് ഈ 10-ൽ 11 അതുകൊണ്ട് ഇക്കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ 10-ൽ 11 ശരി ഉത്തരം ഓപ്ഷൻ സി. ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ 25 മിനിറ്റ് വ്യത്യാസമാണെങ്കിൽ അവയ്ക്കിടയിൽ രൂപപ്പെടുന്ന കോണിൻ്റെ അളവെത്ര? ഇവിടെ ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിൽ 25 മിനിറ്റ് വ്യത്യാസമാണെന്ന് നൽകിയിട്ടുണ്ട്. അതായത് ക്ലോക്കിൻ്റെ മിനിറ്റ് സൂചിയുടെയും സെക്കൻഡ് സൂചിയുടെയും നിലവിലുള്ള സ്ഥാനങ്ങൾ തമ്മിൽ 25 മിനിറ്റ് വ്യത്യാസം. അങ്ങനെയെങ്കിൽ അവയ്ക്കിടയിലുള്ള കോണിൻ്റെ അളവാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മിനിറ്റ് സൂചി 25 മിനിറ്റ് സഞ്ചരിച്ചാലേ സെക്കൻഡ് സൂചിയുടെ നിലവിലുള്ള സ്ഥാനത്ത് എത്തുള്ളൂ. അപ്പോൾ ആ 25 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ മിനിറ്റ് സൂചി എത്ര ഡിഗ്രി കറങ്ങും എന്ന് കണ്ടുപിടിച്ചാൽ മതി. മിനിറ്റ് സൂചി ഒരു മിനിറ്റിൽ 6 ഡിഗ്രി വെച്ചാണ് കറങ്ങുന്നത്. ഒരു മിനിറ്റിൽ 6 ഡിഗ്രി. അപ്പോൾ 25 മിനിറ്റിൽ എത്ര ഡിഗ്രി കറങ്ങും? അത് കണ്ടുപിടിക്കാനായിട്ട് 6 ഡിഗ്രി 25 കൊണ്ട് ഗുണിക്കുക. ഒരു മിനിറ്റിൽ 6 ഡിഗ്രി ആയതുകൊണ്ട് 25 മിനിറ്റിൽ കറങ്ങുന്ന കോണളവ് കണ്ടുപിടിക്കാനായിട്ട് 6 ഡിഗ്രി ഗുണം 25, അതായത് 150 ഡിഗ്രി. അപ്പോൾ 25 മിനിറ്റ് കൊണ്ട് മിനിറ്റ് സൂചി 150 ഡിഗ്രി കറങ്ങും. അപ്പോൾ നമുക്ക് വേണ്ട ഈ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിലുള്ള നിലവിലുള്ള കോണളവ് 150 ഡിഗ്രിയാണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഒക്ടോബർ 1 ഞായറാഴ്ചയാണെങ്കിൽ നവംബർ 1 ഏത് ദിവസമായിരിക്കും? ഇവിടെ ഒക്ടോബർ 1 ഞായറാഴ്ചയാണെന്ന് നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നവംബർ 1 ഏത് ദിവസമായിരിക്കുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒക്ടോബർ 1 ശേഷം നവംബർ 1 വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം എടുക്കണം. അപ്പോൾ ഒക്ടോബർ 1 ശേഷം, ഒക്ടോബറിൽ ആകെ 31 ദിവസങ്ങളാണുള്ളത്. അപ്പോൾ 1 ശേഷം വരുന്ന ദിവസങ്ങളുടെ എണ്ണം 30. ഈ നവംബർ 1 കൂടെ നമ്മൾ എടുക്കണം, നവംബറിലെ ഒരു ദിവസം കൂടെ. അപ്പോൾ ടോട്ടൽ 31 ദിവസങ്ങൾ. അപ്പോൾ ഒക്ടോബർ 1 ശേഷം നവംബർ 1 വരെയുള്ള ദിവസങ്ങളുടെ എണ്ണം 31. ഈ 31നെ 7 കൊണ്ട് ഹരിക്കുക. 31നെ 7 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 4 തവണ 4 7 28 കുറയ്ക്കുമ്പോൾ 3 ശിഷ്ടം കിട്ടും. ഈ ശിഷ്ടം 3 നമുക്ക് വേണ്ടത്. 3 ശിഷ്ടം വരുന്നതുകൊണ്ട് ഞായറാഴ്ചയോടുകൂടി 3 ദിവസം ചേർക്കുക. അപ്പോൾ തിങ്കൾ, ചൊവ്വ, ബുധൻ. അപ്പോൾ നവംബർ 1 ബുധനാഴ്ചയായിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ എ. ഒരാൾ 784 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി. അതിൽ GST 12% ഉൾപ്പെടുന്നു. GST ചേർക്കുന്നതിന് മുമ്പ് സാധനങ്ങളുടെ വില എത്രയായിരുന്നു? ഇവിടെ ഒരാൾ 784 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. ഇത് 12% GST ഉൾപ്പെടെയാണ് ഈ 784 രൂപ. അങ്ങനെയെങ്കിൽ GST ചേർക്കുന്നതിന് മുമ്പുള്ള സാധനങ്ങളുടെ വില കണ്ടുപിടിക്കണം. നമുക്ക് GST ചേർക്കുന്നതിന് മുമ്പുള്ള സാധനങ്ങളുടെ വില X എന്നെടുക്കാം. അങ്ങനെയാണെങ്കിൽ Xൻ്റെ കൂടെ 12% GSTയും കൂടി ഉൾപ്പെടെയാണ് 784. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ Xും അതിൻ്റെ 12% കൂടി ചേർന്നതാണ് 784. അല്ലെങ്കിൽ Xൻ്റെ 112% 784. Xൻ്റെ 112% 784. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? Xൻ്റെ 112% എന്ന് പറഞ്ഞാൽ X ഗുണം 100ൽ 112. X ഗുണം 100ൽ 112 784 എന്ന് എഴുതാം. ഇവിടെ നിന്ന് X കണ്ടുപിടിച്ചാൽ മതി. X കണ്ടുപിടിക്കുന്നതിനായിട്ട് ഈ 100നെയും 112നെയും റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ 784 ഗുണം 100 ബൈ 112 എന്ന് വരും.
ഓർക്കുക 112നെ 7 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 784 കിട്ടും. അതുകൊണ്ട് 784നെ 112 കൊണ്ട് നമുക്ക് ഹരിക്കാം. അപ്പോൾ 7 ഗുണം 100 700. അതായത് എക്സിൻ്റെ വാല്യൂ 700 എന്ന് കിട്ടി. അതായത് GST ചേർക്കുന്നതിന് മുമ്പ് സാധനങ്ങളുടെ വില 700 രൂപയായിരുന്നു. ശരി ഉത്തരം ഓപ്ഷൻ സി. ഒരു കോഡിൽ കോർണർ എന്നത് GSVRIV എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ കോഡിൽ സെൻട്രൽ എന്ന് എങ്ങനെ എഴുതാം? ഇവിടെ നോക്കുക, കോർണറിൻ്റെ കോഡ്, കോർണർ എന്ന വാക്കിൻ്റെ കോഡ് GSVRIV. അപ്പോൾ ഇതിന് ഈ കോഡ് നൽകിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കുക, ഇതിലെ അക്ഷരങ്ങൾ നോക്കുക. C അക്ഷരമാലയിലെ 3ാമത്തെ അക്ഷരമാണ്. G 7ാമത്തെ അക്ഷരം. O 15ാമത്തെ അക്ഷരവും S 19ാമത്തെ അക്ഷരമാണ്. R 18ാമത്തെ അക്ഷരം. V 22ാമത്തെ അക്ഷരമാണ്. N 14ാമത്തെ അക്ഷരമാണ്. R 18ാമത്തെ അക്ഷരം. E 5ാമത്തെ അക്ഷരം. I 9ാമത്തെ അക്ഷരം. 18ാമത്തെ അക്ഷരമായ ആറിൻ്റെ കോഡ് കൊടുത്തിരിക്കുന്നത് 22ാമത്തെ അക്ഷരമായ V ആണ്. നോക്കുക, 3ാമത്തെ അക്ഷരത്തിൻ്റെ കോഡ് കൊടുത്തിരിക്കുന്ന 7ാമത്തെ അക്ഷരം. 15ാമത്തെ അക്ഷരത്തിന് കൊടുത്തിരിക്കുന്ന കോഡ് 19ാമത്തെ അക്ഷരമാണ്. 18ാമത്തെ അക്ഷരത്തിന് 22ാമത്തെ അക്ഷരം കോഡായിട്ട് കൊടുത്തിരിക്കുന്നു. അതായത് ഓരോ അക്ഷരത്തിനും അതിന് ശേഷം വരുന്ന 4ാമത്തെ അക്ഷരമാണ് കോഡായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓരോ അക്ഷരത്തിനും പകരം അതിൻ്റെ കോഡായിട്ട് അതിന് ശേഷം വരുന്ന 4ാമത്തെ അക്ഷരം കൊടുത്താൽ മതി. അപ്പോൾ സെൻട്രലിൻ്റെ കോഡ് നമുക്ക് ഇങ്ങനെ എഴുതാം: CNTRAL. ഇതിലെ ഡയറക്റ്റായിട്ട് എഴുതാവുന്നതുകൊണ്ട് ഇവിടെ നോക്കി സിയുടെ കോഡ് G എടുക്കുക, ഇക്ക് പകരം I, എന്നിന് പകരം R ആണ് കോഡ്. R, T ഇല്ല, നമുക്ക് എഴുതാം, Tയുടെ എഴുതാം. Rന് പകരം V കൊടുക്കണം. A 1ാമത്തെ അക്ഷരമാണ്, അപ്പോൾ 5ാമത്തെ അക്ഷരമാണ് അതിന് കോഡായിട്ട് വരേണ്ടത്. 1ൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ E കൊടുക്കുക. ഇനി Tയുടെ കോഡ്, T എത്രാമത്തെ അക്ഷരമാണ്? 20ാമത്തെ അക്ഷരം. അപ്പോൾ 24ാമത്തെ അക്ഷരമായ X ആണ് വരേണ്ടത്. അതുപോലെ L 12ാമത്തെ അക്ഷരമാണ്, അപ്പോൾ 16ാമത്തെ അക്ഷരം കൊടുക്കണം, അതായത് P. അപ്പോൾ GIRXVEP ഇതാണ് സെൻട്രലിൻ്റെ കോഡ് വരേണ്ടത്. GIRXVEP. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. Q സൂചിപ്പിക്കുന്നത് അധികം, J സൂചിപ്പിക്കുന്നത് ഗുണനം, T സൂചിപ്പിക്കുന്നത് ന്യൂനം, K സൂചിപ്പിക്കുന്നത് ഹരണം. അങ്ങനെയെങ്കിൽ 26K 2Q 3J 6T 4 ഡാഷ്. അപ്പോൾ ഇതിനകത്ത് ഓരോ അക്ഷരത്തിനും പകരം ഓരോ മാത്തമാറ്റിക്കൽ സിമ്പിൾസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ അക്ഷരങ്ങൾക്ക് പകരം അത് സൂചിപ്പിക്കുന്ന മാത്തമാറ്റിക്കൽ സിമ്പിൾസ് കൊടുക്കാം, അതിനുശേഷം സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 26K ആണ് നൽകിയിരിക്കുന്നത്. K എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഹരണത്തിനെയാണ്. ഭാഗം 2. Q സൂചിപ്പിക്കുന്ന അധികമാണ്, അപ്പോൾ അവിടെ അധിക ചിഹ്നം കൊടുക്കാം. 3. J സൂചിപ്പിക്കുന്ന ഗുണനമാണ്, അപ്പോൾ ഗുണം 6. ഇനി അടുത്ത് T സൂചിപ്പിക്കുന്നത് ന്യൂനമാണ്, ന്യൂനം 4. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഹരണക്രിയയും അതുപോലെ ഗുണനക്രിയയും ഇത് രണ്ടും നമുക്ക് ആദ്യം ചെയ്യാം. 26നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 13 പ്ലസ് 3 ഗുണം 6 18 മൈനസ് 4 എന്ന് വരും. 13ഉം 18ഉം കൂടെ കൂട്ടിയാൽ 31. 31ൽ 4 കുറച്ചാൽ 27. അപ്പോൾ ഉത്തരം 27 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. കൂട്ടത്തിൽ ചേരാത്തത് കണ്ടെത്തുക. 396, 462, 572, 427, 671, 264. അപ്പോൾ ഈ സംഖ്യകളിൽ വേറിട്ട് നൽകുന്ന സംഖ്യ കണ്ടുപിടിക്കണം. നോക്കുക, ഇതെല്ലാം 3 അക്ക സംഖ്യകളാണ്. ഈ സംഖ്യകൾക്ക് പൊതുവായൊരു പ്രത്യേകത കാണാനുണ്ട്. നോക്കുക, ഇതിലെ 1ാമത്തെയും 3ാമത്തെയും അക്കങ്ങളുടെ തുക നോക്കുക. 3ഉം 6ഉം കൂടെ കൂട്ടിയാൽ 9, നടുക്കത്തെ അക്കം കിട്ടും. അതുപോലെ ഇവിടെ 4ഉം 2ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 6. ഇവിടെ 5ഉം 2ഉം കൂടെ കൂട്ടിയാൽ 7. അപ്പോൾ പൊതുവായിട്ട് കാണുന്നൊരു പ്രത്യേകതയാണ് 1ാമത്തെയും 3ാമത്തെയും അക്കങ്ങളുടെ തുകയാണ് നടുക്കത്തെ അക്കം.
അതേസമയം ഇവിടെ നോക്കുക 4ഉം 7ഉം 4ഉം 7ഉം കൂടെ കൂട്ടിയാൽ 11 വരുന്നത്. ഇവിടെ 2 നടുക്ക് തന്നിരിക്കുന്നത്. അതേസമയം ഇവിടെയോ 6ഉം 1ഉം കൂടെ കൂട്ടിയാൽ നടുക്കത്തെ അക്കമായ 7 കിട്ടും. 2ഉം 4ഉം കൂടെ കൂട്ടിയാൽ നടുക്കത്തെ അക്കമായ 6 കിട്ടും. അപ്പോൾ ഇക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നത് 427 ബാക്കി എല്ലാത്തിനും പൊതുവായൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ 427 കൂട്ടത്തിൽ ചേരാത്തത്. ശരിയുത്തരം ഓപ്ഷൻ ബി. കെ എന്നത് എല്ലിൽ നിന്ന് 40 മീറ്റർ തെക്ക് പടിഞ്ഞാറാണ്. എം എന്നത് എല്ലിൻ്റെ തെക്ക് കിഴക്ക് 40 മീറ്റർ ആണെങ്കിൽ കെയുടെ ഏത് ദിശയിലാണ് എം? അപ്പോൾ ഈ ചോദ്യം ഡയറക്ഷൻസ് ഉൾപ്പെടുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. ഇവിടെ തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും ആ 2 ഡയറക്ഷൻസും കൂടെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് തെക്ക് പടിഞ്ഞാറും തെക്ക് കിഴക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാണ് തെക്ക് പടിഞ്ഞാറ്. ഈ ഡയറക്ഷൻ ഇതാണ് തെക്ക് കിഴക്ക്. ഇത് വടക്ക് കിഴക്ക്, ഇത് വടക്ക് പടിഞ്ഞാറ്, നോർത്ത് വെസ്റ്റ്. അപ്പോൾ എല്ലിൽ നിന്ന് 40 മീറ്റർ തെക്ക് പടിഞ്ഞാറാണ് കെ. അപ്പോൾ ഇവിടെയാണ് എല്ലിൻ്റെ സ്ഥാനമെങ്കിൽ ഇവിടുന്ന് തെക്ക് പടിഞ്ഞാറായിട്ട് 40 മീറ്റർ അകലെയാണ് കെ. എം എന്നത് എല്ലിൻ്റെ തെക്ക് കിഴക്ക് 40 മീറ്ററാണ്. എം എല്ലിൻ്റെ തെക്ക് കിഴക്കാണ്. അപ്പോൾ ഇവിടെ 40 മീറ്റർ. ഇതാണ് എം, എമ്മിൻ്റെ സ്ഥാനം. അങ്ങനെയാണെങ്കിൽ കെയുടെ ഏത് ദിശയിലാണ് എം? അപ്പോൾ കെയുടെ ഏത് ദിശയിലാണ് എം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കെ പടിഞ്ഞാറും എം കിഴക്കുമാണ്. കെയുടെ കിഴക്ക് ദിശയിലാണ് എം. ശരിയുത്തരം ഓപ്ഷൻ ബി. 3ഉം 6-1 അധികം 4ഉം 2-1 ന്യൂനം 2ഉം 3-2 ന്യൂനം 1ഉം 12-11 വില കാണുക. അപ്പോൾ ഇതെല്ലാം മിശ്രഭിന്നസംഖ്യകളാണ്. ഇവ കൂട്ടാനുമുണ്ട് കുറയ്ക്കാനുമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലെ പൂർണ്ണസംഖ്യാ ഭാഗങ്ങളുടെ ക്രിയ ആദ്യം ചെയ്യാം. അപ്പോൾ ഇവിടെ പൂർണ്ണസംഖ്യാ ഭാഗം 3 3 അധികം ഇവിടെ 4. നോക്കുക, ഇവിടെ കുറയ്ക്കാനാണ്. അതുകൊണ്ട് -2 കൊടുക്കാം. -2 വീണ്ടും കുറയ്ക്കാനാണ്. അതുകൊണ്ട് -1. ഇത് ഡയറക്റ്റ് നമുക്കിങ്ങ് ചെയ്യാം. 3 4 കൂടെ കൂട്ടി 7. 7ൽ നിന്ന് 2 കുറച്ച് 5. 5ൽ നിന്ന് 1 കൂടെ കുറച്ച് 4. അപ്പോൾ പൂർണ്ണസംഖ്യാ ഭാഗങ്ങളുടെ തുക 4 കിട്ടും. ഇനി ഭിന്നസംഖ്യാഭാഗങ്ങളുടെ ക്രിയ ചെയ്യാം. ഇവിടെ 6-1 അധികം, ഇത് കൂട്ടാനായതുകൊണ്ട് അധികം കൊടുക്കുക, 2-1. നോക്കുക, അടുത്ത് കുറയ്ക്കാനുള്ളതിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ന്യൂനം 3-2 കൊടുക്കുക. ഇവിടെയും ന്യൂനം കൊടുക്കണം. ന്യൂനം 12-11. ഭിന്നസംഖ്യകൾ കൂട്ടുക അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ നമുക്ക് അവയുടെ ഛേദം തുല്യമാക്കണം. അപ്പോൾ ഒന്നുകിൽ ഇവയുടെ എൽസിയം കാണാം, അല്ലെങ്കിൽ നോക്കുക 6 2 3 ഈ 3 സംഖ്യകളുടെയും ഒരു പൊതു ഗുണിതമാണ് 12. അപ്പോൾ ഇവയെല്ലാം നമുക്ക് 12 ആക്കി മാറ്റാം. അപ്പോൾ ഇവയെല്ലാം നമുക്ക് 12 ആക്കാനായിട്ട് 6നെ 2 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും. അപ്പോൾ ഇവിടെ അംശത്തിലും ഛേദത്തിലും 2 കൊണ്ട് ഗുണിക്കാം. അത് 2/12 എന്ന് വരും. പ്ലസ് അതുപോലെ 2നെ 6 കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും. അപ്പോൾ ഇവിടെയും അംശത്തിലും ഗുണിക്കുക. 6/12 ന്യൂനം 3നെ 4 കൊണ്ട് ഗുണിച്ചാൽ 12 അംശത്തിലും 4 കൊണ്ട് ഗുണിക്കുന്നു. 4 2 8 8/12 മൈനസ് 12-11 അതേപടി തന്നെ എഴുതുക. ഇപ്പോൾ ഛേദം 12 ആയി. എല്ലായിടത്തും പൊതുവായ ഒരു ഛേദമാണ്. അപ്പോൾ 12 പൊതുവായ ഛേദമായിട്ട് നമുക്ക് എഴുതാം. ഇനി അംശത്തിൽ നമുക്ക് ക്രിയ ചെയ്താൽ മതി. അതായത് 2 + 6 -8 -11. ഇവിടെ 6ഉം 2ഉം കൂടെ കൂട്ടുമ്പോൾ 8 ആയി. 8ൽ നിന്ന് 8 കുറച്ച് കഴിഞ്ഞാൽ 0. 0ൽ നിന്ന് 11 കുറയ്ക്കാം. അപ്പോൾ -11/12 എന്ന് വരും, അല്ലെങ്കിൽ -12-11. ഈ നെഗറ്റീവ് സൈൻ വരുന്നതുകൊണ്ട് നമ്മൾ 4ൽ നിന്ന് ഈ വാല്യൂ കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടാനായിട്ട് 4 - 12-11 കാണണം. ഇത് കാണാൻ ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. 4 കൊണ്ട് ഈ 12നെ ഗുണിക്കുക. 4 12 48. അതിൽ നിന്ന് ഇവിടെ മൈനസ് ആയതുകൊണ്ട് അതിൽ നിന്ന് അംശം കുറയ്ക്കുക. 48ൽ നിന്ന് 11 കുറച്ച് കഴിഞ്ഞാൽ 37. അപ്പോൾ 37 ഛേദമായിട്ട് 12 തന്നെ. 12ൽ 37 ഉത്തരം. ശരിയുത്തരം ഓപ്ഷൻ സി.
എയുടെ മകൻ ബി സിയെ വിവാഹം കഴിച്ചു. അവളുടെ സഹോദരി ഡി ഇയെ വിവാഹം കഴിച്ചു. ബിയുടെ സഹോദരനാണ് ഇ. അങ്ങനെയാണെങ്കിൽ സി എങ്ങനെ ഇയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇവിടെ സി എങ്ങനെ ഇയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഇയുടെ ആരാണ് സി എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നോക്കുക, ബിയുടെ സഹോദരനാണ് ഇ. ബിയുടെ സഹോദരനാണ് ഇ. കൂടാതെ ബിയുടെ ഭാര്യയാണ് സി. അപ്പോൾ ഇയുടെ സഹോദരനായ ബിയുടെ ഭാര്യയാണ് സി, അല്ലെങ്കിൽ ഇയുടെ സഹോദരൻ്റെ ഭാര്യയാണ് സി. ഇയുടെ സഹോദരൻ്റെ ഭാര്യ അപ്പോൾ സിസ്റ്റർ ഇൻ ലോയാണ്. അപ്പോൾ ഇയുടെ സിസ്റ്റർ ഇൻ ലോ അഥവാ നാത്തൂനാണ് സി. ശരിയുത്തരം ഓപ്ഷൻ എ, നാത്തൂൻ. താഴെ കൊടുത്ത ജോഡിയിൽ നിന്ന് സമാനമായ ബന്ധമുള്ള വാക്ക് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ സമാന ബന്ധമുള്ള വാക്ക് തിരഞ്ഞെടുക്കണം. കൊയ്ഫ്, ഹെയർ. അതുപോലെ മ്യൂസിക്കലുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ് കണ്ടുപിടിക്കേണ്ടത്. കൊയ്ഫ് എന്ന വാക്ക് ഹെയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രീതിയിൽ മ്യൂസിക്കലുമായി ബന്ധപ്പെട്ട വാക്ക് ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതിൻ്റെ ഉത്തരം മ്യൂസിക്കലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് സ്കോറാണ്. ശരിയുത്തരം ഓപ്ഷൻ ഡി.